ഹായ് ഓൾ. അപ്പം മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇല്ലേ. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്ന രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ മാർക്കറ്റിനകത്തിൽ അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റി. ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല. ഇന്നലെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അതിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇന്നലെ അത് കണ്ടവർക്ക് ഇന്ന് അത് പ്രാക്ടീസ് ചെയ്യാൻ മാർക്കറ്റിൽ പറ്റിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഞാനത് അങ്ങോട്ട് വരാം. അപ്പം ഈ മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തത് വലിയൊരു ഗ്യാപ് ഡൗൺ ആയിരുന്നു. ഗ്ലോബൽ സിനാരിയോ വെച്ചിട്ട് എന്താ സംഭവിച്ചത്? മാർക്കറ്റ് വലിയൊരു ഗ്യാപ് ഡൗൺ ആണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ഗ്ലോബൽ സിനാരിയോ മീൻസ് വാറിൻ്റെ കാര്യം പറയുന്നു, അല്ല അമേരിക്കയുടെ ഡേറ്റ വളരെ മോശമാണ് അതുകൊണ്ടാണ് താഴെ പോയെന്ന് പറയുന്നു. എനിവേ എന്തുവാണെന്ന് അറിയത്തില്ല. എന്തായാലും ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് അത്ര ഗുണമല്ല. അതുകൊണ്ടാണ് മാർക്കറ്റ് ഇന്ന് വളരെയധികം താഴെ പോയത്. അപ്പം ഇന്ന് ഗ്യാപ് ഡൗൺ ആണെന്നറിയാം, മാർക്കറ്റ് ഭയങ്കര നെഗറ്റീവാണെന്നറിയാം. അപ്പോൾ ഓപ്പണിങ്ങിൽ തന്നെ വേണം നമുക്ക് PE എടുത്ത് വേണേൽ പരീക്ഷിക്കായിരുന്നു. പക്ഷേ ഞാൻ ഓപ്പണിങ്ങിൽ PE പറഞ്ഞില്ല. സാധാരണ ഇത് ചില സമയങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചില എന്നെ ഫോളോ ചെയ്യുന്നവർക്കറിയാം, പറഞ്ഞിട്ടുണ്ട് കണ്ണടച്ച് PE എടുത്തോളം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെ പറഞ്ഞില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇത്രയും ഡൗൺ ആയി ഇല്ലേ. ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ഫോളാണ്. അതായത് നമുക്ക് ഇന്നലെ ഇതിനെപ്പറ്റി യാതൊരു ധാരണയില്ലായിരുന്നു. മാർക്കറ്റ് ഇന്ന് ഇത്രയും ഡൗൺ ആകുമെന്നൊരു ധാരണ ഇല്ല. കാരണം ഇന്നലെ പോസിറ്റീവ് ക്ലോസ് ചെയ്ത മാർക്കറ്റ് അല്ലേ. ഇപ്പോൾ ഇന്ന് നെഗറ്റീവിലോട്ട് മാറുമെന്ന് നമുക്ക് യാതൊരു ധാരണയും ഇല്ലായിരുന്നു. അത് അമേരിക്കൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷമാണ് നമുക്ക് മനസ്സിലായത് സംഗതി കൈവിട്ടു പോയി എന്നുള്ള കാര്യം. അപ്പം മാർക്കറ്റ് ഗ്യാപ് ഡൗണിൽ ഓപ്പണായതിന് ശേഷം തിരിച്ച് റീബൗണ്ട് ചെയ്തു. കണ്ടോ, ഇത്രയും മാർക്കറ്റ് ഇവിടുന്ന് ഓപ്പൺ ചെയ്ത് താഴെ ഗ്യാപ് ഡൗണിൽ വന്നു. ഗ്യാപ് ഡൗൺ വന്നതിന് ശേഷം മാർക്കറ്റ് ഇത്രയും താഴെ വന്നിട്ട് തിരിച്ച് ഇത്ര റീബൗണ്ട് ചെയ്തു ഇല്ലേ. അപ്പം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളിപ്പോൾ കണ്ണടച്ച് രാവിലെ മാർക്കറ്റ് ഓർഡർ ഇടുക, AMO PE മാർക്കറ്റ് ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ മാർക്കറ്റ് ഓർഡർ ട്രിഗർ ആകുന്ന ചിലപ്പം ഒരു 10 മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ചില 30 സെക്കൻഡ് വരെ എടുക്കും ചിലപ്പോൾ ഒരു മാർക്കറ്റ് ഓർഡർ ട്രിഗർ ആകാൻ. അപ്പോൾ ഭയങ്കരമായിട്ട് ഫ്ലാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഓർഡർ ട്രിഗർ ആകാൻ ടൈം എടുക്കും. സപ്പോസ് കഷ്ടകാലത്തിനെങ്ങാനും മാർക്കറ്റ് ഓർഡർ ഇവിടെങ്ങാനുമാണ് ആക്റ്റീവ് ആയെങ്കിൽ ഈ മാർക്കറ്റ് തിരിച്ചു കയറുമ്പോൾ നിങ്ങളുടെ പ്രീമിയം അത്രയും പോവും, ഭയങ്കരമായിട്ട് നഷ്ടം ഉണ്ടാകും. അതുകൊണ്ടാണ് AMO പറയാൻ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മാർക്കറ്റ് ഇന്ന് ഇവിടെ വന്ന് തിരിച്ച് കയറി ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ കോൾ തന്നത്, ശരിയല്ലേ. ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ ഒരു എൻട്രി നമ്മൾ എടുത്തത്. ഈ എൻട്രി PE എടുക്കാനുള്ള കാര്യം ഇവിടെ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം, ഇവിടെ മാർക്കറ്റ് ഇത്രയും തിരിച്ച് റീബൗണ്ട് ചെയ്തു, ഇത്രയും കയറി, അപ്പോൾ മാർക്കറ്റ് തിരിച്ച് കയറാനുള്ള സാധ്യതയാണ് എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം ഇവിടെ ഇല്ലേ. അതിനൊരു പോസിബിലിറ്റി ഇവിടെ ഉണ്ട്. കാരണം ഇത്രയും താഴെ വന്ന മാർക്കറ്റ് ഏകദേശം 652, 750, 100 പോയിൻറ്റോളം ഒറ്റയടിക്ക് ഈ ഗ്യാപ് ഡൗൺ കൂടാതെ ഇതാണ് ഇന്നലത്തേത് 850, 851 850, 650, 200 പോയിൻറ്റ് 200 പോയിൻറ്റ് ഗ്യാപ് ഡൗൺ വന്നു, താഴെ വന്നു മാർക്കറ്റ് ഇല്ലേ. എന്നിട്ട് ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ച് കയറി. അപ്പോൾ ഇത്രയും തിരിച്ച് ഒരു ക്യാൻഡിലിൻ്റെ ഓൾമോസ്റ്റ് ഭാഗവും തിരിച്ച് കയറിയിട്ടും എന്തുകൊണ്ട് CE പറഞ്ഞില്ല, മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ല? അതിനുള്ള ആൻസറാണ് ഞാൻ പറയാൻ പോകുന്നത്. മാർക്കറ്റ് അപ്പോൾ എന്തുകൊണ്ട് ഞാൻ മേലോട്ട് പോകും, ഇത്രയും തിരിച്ച് റീബൗണ്ട് ചെയ്തിട്ട് മേലോട്ട് എന്തുകൊണ്ട് പോകും എന്ന് ധരിച്ചില്ല, എന്തുകൊണ്ട് ഇവിടെ വീണ്ടും ഈ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ PE എന്നുള്ളതിൻ്റെ ആൻസറാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ നോക്കിക്കേ, സെക്കൻഡ് ക്യാൻഡിൽ ഗ്രീൻ വീണു ഇല്ലേ, മൂന്നാമത്തെ ക്യാൻഡിലും ഗ്രീൻ വീണ് ഇവിടം വരെ പോയി ഇല്ലേ. അപ്പം ഞാൻ ഇവിടെ കോള് തന്നപ്പം ഞാൻ പറഞ്ഞു ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈ SL വെച്ച് നിങ്ങൾക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞു ഇല്ലേ. ഇതാണ് ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈ, ശരിയല്ലേ. ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈ നിങ്ങൾക്ക് SL ആയിട്ട് വെച്ച് ക്ലോസിംഗ് ബേസിസിൽ നിങ്ങൾക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു, ശരിയല്ലേ. എന്താ സംഭവിച്ചേ? ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു SL എപ്പോഴും ക്ലോസിംഗ് ബേസിസിൽ വെക്കുമ്പോഴുള്ള ഗുണം, ദോഷമുണ്ട്, എന്നാലും ദോഷത്തേക്കാൾ ഏറെ ഗുണം ഉള്ള സിനാരിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇവിടെ നോക്കിക്കേ, രണ്ടാമത്തെ ക്യാൻഡിൽ ഗ്രീൻ പോയി, ഇവിടെ നമ്മൾ 80-85 ചെയ്ത ഒരു സ്ട്രൈക്ക് 12,700 തോന്നുന്നു, 780-85 റേഞ്ചിൽ എടുക്കാനാണ് നമ്മൾ പറഞ്ഞില്ലേ. ഇത് 80-85 പോയിട്ട് 85 പോയി, 80 പോയി, 70 പോയി, ഏകദേശം
62 രൂപയോളം ഈ പ്രീമിയം കുറഞ്ഞു 85 നിന്ന്. അപ്പം തന്നെ നമ്മുടെ നമ്മുടെ കണ്ണ് തള്ളി കാണും ഇല്ലേ, അത്രയും പ്രീമിയം പോയി. പക്ഷേങ്കിൽ ക്ലോസിംഗ് ബേസിസിലാണ് എസ് എൽ നമ്മൾ വെച്ചേക്കുന്നത് ഇല്ലേ. ഈ മാർക്കറ്റ് ഇനിയിപ്പം എസ് എൽ ഇവിടെ പെർമനൻ്റായിട്ട് എസ് എൽ ഇട്ടവരാണെന്നുണ്ടെങ്കിലോ ഇവരുടെ എസ് എൽ എപ്പോൾ അടിച്ചു പോയെന്ന് ചോദിച്ചാൽ മതി, ശരിയല്ലേ. ഈ മൂന്നാമത്തെ ക്യാൻഡിൽ തന്നെ ഇവരുടെ എസ് എൽ അടിച്ചു പോയി. ക്ലോസിംഗ് ബേസിസിൽ എസ് എൽ വെച്ച് എന്താ സംഭവിച്ചേ നോക്കാം. ഇവിടെ കയറി മാർക്കറ്റ് നേരെ മോളിൽ പോയിട്ട് നേരെ തിരിച്ച് വന്ന് ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ താഴെയാണ് ക്ലോസിങ് വന്നത്. കണ്ടോ എന്ത് ക്ലിയറാന്ന് നോക്കിയേ, എന്ത് ക്ലിയർ. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോസ്റ്റ് മാർക്കറ്റും ഇന്നലെ ഇത് കാണാത്തവരാണെങ്കിൽ ഇന്നലത്തെ പോസ്റ്റ് മാർക്കറ്റ് കാണണം. കണ്ടിട്ട് ഇന്നത്തെ ഈ വീഡിയോയും കൂടെ ഇന്നത്തെ മാർക്കറ്റും വീഡിയോയും കൂടെ നിങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യം കുറേ മനസ്സിലാവും. ഓക്കെ, അപ്പം ക്ലോസിംഗ് ബേസിസിൽ എസ് എൽ എന്ത് ചെയ്തു, നമ്മുടെ പറഞ്ഞ എസ് എല്ലിൻ്റെ താഴെ വന്ന് ക്ലോസ് ചെയ്ത് പിന്നെ അവിടെ നേരെ മാർക്കറ്റ് താഴോട്ട് വന്നു, ശരിയല്ലേ. അപ്പോൾ ഇനി ഓക്കെ, എന്തുകൊണ്ട് ഞാനിവിടെ പി തന്നെ പറഞ്ഞു, വേണേൽ വിമർശിക്കുന്നവർക്ക് വേണേൽ പറയാം മാർക്കറ്റ് ഡൗൺ അല്ലേ, നെഗറ്റീവ് ട്രെൻഡ്, അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പി പറയാം, ഒരു പ്രശ്നമില്ലെന്ന് പറയും. മാർക്കറ്റ് ഇത്രയും തിരിച്ചു കയറി ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ള നന്താളിച്ച് കാണും. പക്ഷേ എന്തുകൊണ്ട് ഞാനിവിടെ സ്റ്റിക്ക് ഓൺ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ട്രേഡ് സീക്രട്ടാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നമുക്ക് നേരെ ഫ്യൂച്ചറിലോട്ട് പോകാം. ഫ്യൂച്ചർ കണ്ടോ, ഫ്യൂച്ചറിൻ്റെ ഫസ്റ്റ് ക്യാൻഡിലായി കാണുന്നത്. ഈ ഫസ്റ്റ് ക്യാൻഡിൽ അത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ആകെയും പോകുകയും ഇവിടെ വരെ വന്നിട്ട് നേരെ ഇത്രയും മാത്രമാണ് തിരിച്ച് റീബൗണ്ട് ചെയ്തത്, മനസ്സിലായോ. അപ്പം എന്താ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഫ്യൂച്ചറിനകത്തിൽ സെല്ലിംഗ് പ്രഷറുണ്ട്, ഫ്യൂച്ചറിനകത്തിൽ ആൾക്കാർ സെല്ലിംഗ് പ്രഷറുണ്ട്. അതുകൊണ്ട് മാർക്കറ്റ് താഴോട്ട് തന്നെ വരും എന്നുള്ള കാര്യം കൺഫേം ആണ്. പക്ഷേ സ്പോട്ടിലാണെങ്കിൽ അത് കാണിച്ചില്ലെങ്കിലും ഫ്യൂച്ചറിനകത്തിൽ എന്ത് കാണിക്കുന്നു, ഇത് നല്ല സൂപ്പർ സെല്ലിംഗ് പ്രഷറാണ് കാണിക്കുക. അപ്പോൾ ഈ ഒരു ഒറ്റ ക്യാൻഡിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ പി സജസ്റ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം. നിങ്ങൾക്ക് കാര്യം ഇപ്പം പിടികിട്ടിയത് മനസ്സിലായി കാണും. ഓക്കെ, അതിനുശേഷം ഈ ഫ്യൂച്ചറൊന്നും മേലോട്ട് വലുതായിട്ടൊന്നും പോയില്ല, നേരെ തിരിച്ച് താഴോട്ട് വന്നു. നമ്മൾ വൃത്തിയായിട്ട് നമ്മൾ ഇവിടുന്ന് ഇവിടം വരെ നമ്മൾ എന്ത് ചെയ്തു, ക്യാപ്ചർ ചെയ്തു, ശരിയല്ലേ. ഏകദേശം എല്ലാവർക്കും നല്ലപോലെ പ്രോഫിറ്റ് കിട്ടി. ആ പ്രോഫിറ്റിൻ്റെ കണക്കെന്ന് പറയുന്നത് എനിക്കൊന്നൊരു 80 നമ്മൾ എടുത്തത്. 80 നിന്ന് 60 വരെ പോയിട്ട് നേരെ തിരിച്ച് വീണ്ടും ഈ 60 നിന്ന് നേരെ 135 വരെ എങ്ങാണ്ട് വന്നു തോന്നുന്നു, ഇവിടം വരെ 135 വരെ എങ്ങാണ്ട് വന്നു. 120 ഞാൻ എക്സിറ്റ് ആയത്. ഓക്കെ, അപ്പോൾ അത്ര നമുക്കൊരു ക്യാപ്ചർ ചെയ്യാൻ പറ്റി. ഇതോടുകൂടെ നമ്മൾ പരിപാടി അവസാനിപ്പിച്ച് പിന്നെ നമ്മളൊരു ട്രേഡ് എടുത്തില്ല. ഇന്നത്തെ പരിപാടി മുഴുവൻ നമ്മൾ ഈ ഒരൊറ്റ ട്രേഡ് കൊണ്ട് അവസാനിപ്പിച്ച്. പണി എപ്പോൾ തീർന്നു, 10 മണി ആയപ്പോൾ നമ്മുടെ പരിപാടി 3/4 മണിക്കൂർ കൊണ്ട് നമ്മുടെ ഇന്നത്തെ മാർക്കറ്റിലെ പരിപാടി കഴിഞ്ഞ് നമ്മളെല്ലാവരും വീട്ടിൽ പോയി. വേറെ ഒരു പരിപാടിക്ക് നമ്മൾ നിന്നില്ല, ശരിയല്ലേ പറഞ്ഞേ. അപ്പം കാര്യം മനസ്സിലായല്ലോ. ഇതായിരുന്നു ഇന്ന് എടുക്കാനുള്ള ട്രേഡിൻ്റെ പ്രധാനപ്പെട്ട 2 കാര്യം. ഒന്ന് ക്ലോസിംഗ് ബേസ് എസ് എൽ, രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞ ഈ വോളിയം ബേസ്ഡ് ആയിട്ടുള്ള ഈ എൻട്രി പോയിൻ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചു, എങ്ങനെ നമ്മൾ പി സജസ്റ്റ് ചെയ്തു, ഒരു എൻട്രി നമ്മൾ എങ്ങനെ ഒരു ട്രേഡ് നമ്മൾ എങ്ങനെ എടുത്തു എന്നുള്ള 2 കാര്യമാണ് ഞാൻ വിശദീകരിച്ചത്. ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ വേറൊരു ദിവസം നിങ്ങൾക്ക് ഇത് ഭാവിയിൽ പ്രയോജനപ്പെടും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു മാർക്കറ്റ് സിനാരിയോ വരുമ്പം നമുക്ക് എങ്ങനെ ഒരു ട്രേഡ് എടുക്കണം, എങ്ങനെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യണം, പി എടുക്കണോ സി എടുക്കണോ, എങ്ങനെ ഒരു കൺഫർമേഷൻ കിട്ടുന്നുള്ള കാര്യം ഞാൻ ഈ പറഞ്ഞ 2 കാര്യങ്ങൾക്കകത്ത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. പ്രത്യേകിച്ച് ഈ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ വോളിയം ബേസ്ഡ് എൻട്രിയുടെ കാര്യം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി വേണമെങ്കിൽ അടുത്തൊരു സിനാരിയോ വേണ്ട, അത് വേണ്ട പോട്ടെ, അത് എല്ലാം കൂടെ പറഞ്ഞ് കൺഫ്യൂഷൻ ആവും, അത് വേണ്ട. ഓക്കെ, ഈ 2 കാര്യം മനസ്സിലിരുന്നാൽ മതി. അപ്പം അങ്ങനെ നമ്മൾ ഓരോ ദിവസവും ഓരോ പോസ്റ്റ് മാർക്കറ്റിൽ ഓരോരോ സിനാരിയോകൾ, ഓരോ പ്രൈസ് ആക്ഷൻ നമ്മൾ പഠിക്കും. ഇനിയിപ്പം നമ്മൾ പറഞ്ഞ ലെവലുകളൊക്കെ വളരെ ഡീസൻ്റ് ആയിട്ട് റെസ്പെക്റ്റ് ചെയ്തില്ലേ. നമ്മൾ ഞാൻ പറഞ്ഞിരുന്നു മാർക്കറ്റ് ഇതിൻ്റെ 2ന് ഇടയിലായിരിക്കും നമ്മുടെ മാർക്കറ്റിൻ്റെ കളികളെന്ന് ഞാൻ പറഞ്ഞിരുന്നു. 698-നും ഇവിടെ മാർക്കറ്റ് വന്നിട്ട് ഇവിടെ വന്ന് പൊട്ടി നമ്മുടെ ലെവൽ റെസ്പെക്റ്റ് ചെയ്ത് നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്ത് കളയാം. നമ്മൾ വരച്ച ലെവല് റെസ്പെക്റ്റ് ചെയ്തതിന് ശേഷം ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് എൻട്രി. പക്ഷേ ഇന്നത്തെ ഹൈ ഇതാണ്, ഇന്നത്തെ ഫസ്റ്റ് ക്യാൻഡിൽ ഹൈ ഇതാണ്. ഈ ഫസ്റ്റ് ക്യാൻഡിൽ ഹൈ ആണ് കൂടുതൽ റെസ്പെക്റ്റ് ചെയ്തേക്കുന്നത്, ശരിയല്ലേ. എന്നിട്ട് മാർക്കറ്റ് നേരെ നമ്മൾ പറഞ്ഞ 698 വന്ന് 2-3 പ്രാവശ്യം ഒന്ന് സസ്റ്റെയിൻ ചെയ്തു ഇല്ലേ. സസ്റ്റെയിൻ ചെയ്ത് തിരിച്ചു പോയിട്ട് നേരെ അടുത്ത ടാർഗറ്റ് നമ്മുടെ 608 ആയിരുന്നു. 608 വന്നു. ഞാൻ ഓൾറെഡി പറയാം 698-ഉം 608 നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ മാർക്കറ്റ് സംഭവിച്ചു. നേരെ വന്ന് നമ്മൾ പറഞ്ഞ സ്ഥലത്ത് തന്നെ വന്ന് ലാൻഡ് ചെയ്തു. ഇത് 598 ഇവിടെ കാണുന്നതെങ്കിലും 625
മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 625 മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കാരണം അതിൻ്റെ ആവറേജ് ക്ലോസിങ് നോക്കുമ്പോൾ 625 ക്ലോസ് ചെയ്തത്. 625 കണ്ടോ ക്ലോസിങ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ സിനാരിയോ. അപ്പം എല്ലാവർക്കും കൈ നിറച്ച് പ്രോഫിറ്റ് കിട്ടിയെന്നറിയാം. ഓക്കെ, സന്തോഷം. പ്രോഫിറ്റ് കിട്ടുമ്പോൾ സന്തോഷിക്കുക. അതുപോലെ തന്നെ നഷ്ടം വരുമ്പോഴും നമ്മൾ നഷ്ടത്തിലും ഓക്കെ എന്താ പറയുന്നത്, നമ്മൾ ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുക. ഓക്കെ ഓക്കെ, ഒരു ദിവസം ലാഭം കിട്ടുകയാണെങ്കിലും ഒരു ദിവസം നഷ്ടം വന്നെന്ന് നമുക്ക് ആ ഒരു ചിന്താഗതി നമുക്ക് എപ്പോഴും വേണം. ഓക്കെ, ഒരു ബിസിനസ് ആകുമ്പോൾ ലാഭവും കാണും നഷ്ടം കാണും. പക്ഷേങ്കിൽ നഷ്ടത്തിനെ നമ്മൾ മാക്സിമം ലിമിറ്റ് ചെയ്യുക, പ്രോഫിറ്റിനെ നമ്മൾ മാക്സിമം ഗെയിൻ ചെയ്യുക. ഇതാണ് ക്യാപ്ചർ ചെയ്യുക. ഇതാണ് നമ്മൾ എപ്പോഴും ഇതിനകത്ത് അനുസരിക്കേണ്ട ഒരു പാഠം. ഓക്കെ, അതെല്ലാവരുടെയും മനസ്സിലിരിക്കട്ടെ. അപ്പോൾ നമുക്കിനിയും വീക്കിലി അനാലിസിസ് ഉണ്ട്. ആ വീക്കിലി അനാലിസിസിന് ശേഷം അതിനകത്ത് നമുക്ക് അടുത്ത ലെവലുകളും കാര്യങ്ങളൊക്കെ വീക്കിലി അനാലിസിസിനകത്ത് പറയാം. അതുപോലെ തന്നെ പ്രൈസ് ആക്ഷൻ്റെ അടുത്ത 4ാമത്തെ പാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ആഴ്ച അതും പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് വീക്കെൻഡ്. എല്ലാവർക്കും ഓക്കെ നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു ഓൾ.